നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ നേരെ ആർട്ടിനോ ഫോർട്ട് മറ്റേ നമ്മുടെ ആനന്ദം സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ആ ഒരു ലൊക്കേഷനിലോട്ടാണ് വന്നത്. അപ്പൊ അവിടെ ആനന്ദം സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ആ ഒരു ലൊക്കേഷനിലോട്ടാണ് വന്നത്. അത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പൊ ആ സ്ഥലവും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഗീസ് ഞാൻ നേരത്തെ പറഞ്ഞൊരു ചെറിയ തിരുത്തുണ്ട്. ഇത് അഗോഡോ ഫോർട്ടാണ്, ആഗ്രോ ഫോർട്ട് അല്ല. എന്നൊരു പൊട്ടം പറഞ്ഞത് ആഗ്രോ ഫോർട്ടാണെന്ന്. അപ്പോൾ അവിടെ ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂവും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ഞാൻ ഈ നിൽക്കുന്നതിൻ്റെ താഴെ മുമ്പ് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്നും ഇതിൻ്റെ രാജാവ് ആ കൊട്ടാരത്തിലാണ് താമസിച്ചതെന്നൊക്കെയാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. എന്താണെന്ന് കറക്റ്റ് അറിയത്തില്ല. നമുക്ക് അകത്ത് കയറി നോക്കിയാലേ അറിയാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ ഈ ഒരു ആൾക്കാരിരിക്കുന്ന സ്ഥലമൊക്കെ ശവകുടീരങ്ങളാണെന്നൊക്കെയാണ് അവൻ പറയുന്നത്. കാണാൻ കല്ലറ പോലെയൊക്കെ തന്നെ ഉണ്ട്, ഫ്രണ്ടിലൊരു ജയിൽ പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. വിഷയം വ്യൂവും കാര്യങ്ങളൊക്കെ, വിഷയം എന്ന് പറഞ്ഞാൽ വിഷയം വ്യൂ. ഗെയ്സ്, അപ്പം ഞാനിപ്പോൾ ഈ കയറി നിൽക്കുന്ന കല്ലെന്ന് പറയുന്നത് നമ്മുടെ ആനന്ദം സിനിമയുടെ ക്ലൈമാക്സിൽ അവരെല്ലാവരും ഒരുമിച്ചിരിക്കത്തില്ലേ, ആ ഒരു സ്റ്റോണിൻ്റെ മണ്ടയ്ക്കാണ് ഞാനിപ്പോൾ കയറിയിരിക്കുന്നത്. എൻ്റെ ഈ ഒരു ഫ്രണ്ട് സൈഡിലായിട്ടുള്ള നല്ലൊരു കടലും അതേപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് വലിയൊരു കൊക്കയും എനിക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ആ ഒരു അഗോഡോ ഫോർട്ട് ആ ഒരു സംഭവം വരുന്നത്. അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അതിൻ്റെ അകത്തോട്ട് നമുക്ക് കയറാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. കയറാൻ പറ്റുമെങ്കിൽ ഞാൻ അതിൻ്റെ അകത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നല്ല ഭംഗിയാണ് ഇവിടെ നിന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കല്ലിലും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തത്. അതേപോലെ തന്നെ നമ്മുടെ ദിൽവാലിൽ ഷാറുഖ് ഖാൻ കയറി നിൽക്കുന്നത് ഈ ഒരു കല്ലിൻ്റെ മണ്ടയ്ക്കാണ്. ശവകുടീരവും കാര്യങ്ങളും ഒന്നും അല്ല, കിണറങ്ങാണ്ട് ഇതിന്റെ അകത്ത് ഫുള്ള് വെള്ളം പറ്റി കിടക്കുന്ന കിടക്കുന്നത്. ഇതും കൊട്ടാരമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് വാച്ച് ടവറിന്റെ കൂട്ടുണ്ട് കാണാൻ. ഇതാരെ ശവകുടീരം എന്ന് പറഞ്ഞത്? നീയല്ലടാ അതിലെ ശവകുടീരം പറ്റിപ്പോയ കിണർ എത്രയോ മാത്രമല്ല ഇവിടെ ഇതിന്റെ അടിയിലെങ്ങാണ്ട് വലിയ കിണറങ്ങാണ്ട. ഗെയ്സ്, അങ്ങനെ അതൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ ഇറങ്ങാൻ നേരത്ത് വേറെ കുറേ ബിൽഡിങ്ങിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ നേരെ പുറത്തോട്ട് പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.